പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. മോദി എല്ലാം തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ജനങ്ങളെ ദ്രോഹിക്കുകയാണെന്നും ഖാർഗെ ആരോപിച്ചു. നുണ പറയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന് നന്മ ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം മോദി വെറും ഷോ ഓഫ് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. മാധ്യമങ്ങളാണ് മോദിയെ വലിയ സംഭവമാക്കുന്നതെന്നും നേരിൽ കണ്ടപ്പോൾ ഇത് തനിക്ക് ബോധ്യപ്പെട്ടെന്നും രാഹുൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ പുതിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. മോദി രാജ്യത്തെയും ജനങ്ങളെയും തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ഖാർഗെ തുറന്നടിച്ചു. മോദി എല്ലാവരെയും ദ്രോഹിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. സത്യസന്ധതയില്ലാത്ത ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയില്ലെന്നും നുണ പറയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന് നന്മ ചെയ്യാൻ കഴിയില്ലെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് BJPയോടുള്ള ശക്തമായ എതിർപ്പായിരുന്നു. RSSും BJPയും വിഷം പോലെയാണ്. ഈ വിഷം രുചിച്ചാൽ നിങ്ങൾ ഇല്ലാതാകും, ഖാർഗെ മുന്നറിയിപ്പ് നൽകി. BJPയും RSSും ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഈ ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ പ്രസ്താവനകൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്നത് തീർച്ചയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവും മോദിക്കെതിരായ വിമർശനങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. പ്രധാനമന്ത്രി വെറും ഷോ ഓഫ് മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. മോദി ഒരു സംഭവമല്ല, നേരിൽ കണ്ടപ്പോൾ എനിക്കത് ബോധ്യപ്പെട്ടതാണ്. മാധ്യമങ്ങളാണ് മോദിയെ വലിയ സംഭവമാക്കുന്നത്, അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങൾ മോദിക്ക് അമിത പ്രാധാന്യം നൽകുന്നു എന്ന രാഹുലിന്റെ ആരോപണം മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംവാദങ്ങൾക്കും വീണ്ടും തുടക്കമിട്ടിരിക്കുകയാണ്. ഈ പ്രസ്താവനകൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ BJP സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്നതിന് സൂചന നൽകുന്നു. ഈ രാഷ്ട്രീയ വാക്പോരുകൾക്കിടയിലും പാർലമെന്റിൽ ഒരു പ്രധാന വിഷയത്തിൽ സമവായം ഉരുത്തിരിഞ്ഞത് ശ്രദ്ധേയമാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന വിഷയത്തെക്കുറിച്ച് തിങ്കളാഴ്ച മുതൽ ചർച്ച നടത്താമെന്ന് ഭരണപക്ഷം സമ്മതിച്ചിട്ടുണ്ട്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള എല്ലാ പാർട്ടി നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് ഈ സുപ്രധാന തീരുമാനമുണ്ടായത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ പ്രമുഖർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ വിഷയം എന്താണെന്നോ അതിന്റെ പ്രാധാന്യം എന്താണെന്നോ ഉള്ള വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു പൊതുവിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി എന്നത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. ഈ ചർച്ചകൾ രാജ്യത്തിന്റെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ഉറ്റുനോക്കേണ്ട വിഷയമാണ്. മൊത്തത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവമായത് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ നിശ്ചിത വിമർശനങ്ങളാണ്. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തെയും ഭരണത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് വരുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. ഇത് രാജ്യത്തിന്റെ രാഷ്ട്രീയ ചക്രവാളത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം.